അന്ന് റൂമിൽ വെച്ച് അച്ഛൻ വല്ലാണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ടു. ഇപ്പൊ എന്ത് പറ്റിയച്ചാ പറയേ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോളെ, എന്നോടൊന്നും ചോദിക്കണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതും അന്നത്തെ പോലെ ആ പ്രശ്നത്തിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണോ അച്ഛാ? ഈ സമയത്തും അച്ഛൻ ഒറ്റയ്ക്കിരിക്കുന്നു, എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. എന്നെ വിശ്വാസമില്ലേ അച്ഛന്? ഇത് വിശ്വാസത്തിന്റെ കാര്യമല്ല മോളെ, കരുതലിന്റെ പ്രശ്നമാണ്. ഞാൻ ഈ കാര്യത്തിൽ നിന്നെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിനക്ക് അപായമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യം സമാധാനമായിട്ടിരിക്കച്ച. എന്റെ അപായത്തെക്കുറിച്ച് അച്ഛൻ വെറുതെ ചിന്തിക്കേണ്ട കാര്യമില്ല. അച്ഛനിങ്ങനെ പേടിയായിട്ടിരുന്നിട്ട് ഞങ്ങൾ എങ്ങനെ സേഫാണെന്ന് അച്ഛൻ കരുതുന്നത്? ഞാൻ ഒന്നിനെ പറ്റിയും കെയർ ചെയ്യുന്നില്ല അച്ഛാ. എനിക്ക് എന്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാ. എന്റെ അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ മകളായി എനിക്ക് ചുമ്മാ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ അച്ഛന്റെ മകളാണെന്ന് കരുതിയിട്ട് ദയവ് ചെയ്ത് എന്നോട് പറ. അത് ഞാൻ പറയാം, പക്ഷേ ഈ വിഷയം നീ ആരോടും പറയാൻ പാടില്ല. ഉറപ്പായിട്ടും ഞാൻ പറയില്ല അച്ഛാ. ഏയ്, നീ ആരാടാ? നീ ആരാണെന്ന് ചോദിച്ചേ? നീ എന്താ എന്നെ പേടിപ്പിക്കുക? അധികം അങ്ങോട്ട് ഒലത്തല്ലേ, ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. നമുക്കിടയിലുള്ള ഈ സംസാരം ആരും അറിയാതെ നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഞാൻ പറഞ്ഞ സ്ഥലത്ത് അത് കൊണ്ടുപോവാ. അവൻ ആരാണച്ചാ? എന്തിനാ അവൻ അച്ഛനോട് ഇങ്ങനെ ചെയ്യുന്നേ? വിധി അങ്ങനെ ഒരിക്കലും ആരുടെ അഡ്രസ്സ് മറക്കില്ല മോളെ. ഇപ്പോ എന്റെ കർമ്മഫലം എന്നെ തേടി തന്നെ വന്നിരിക്കുകയാണ് മോളെ. കാരണവന്മാര് ചെയ്ത കർമ്മത്തിന്റെ ഫലമായിരിക്കും. എന്താ ശരിക്കും നടന്നെന്ന് എന്നോട് പറഞ്ഞൂടെ? ദയവ് ചെയ്ത് നീ അതുമാത്രം ചോദിക്കരുത് മോളെ. അത് പറയാനുള്ള അവസ്ഥയിലല്ല ഞാൻ. ശരി അച്ഛാ, ചോദിക്കില്ല ഞാൻ. അതല്ല, അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവൻ അത് നിർത്താൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് എന്താ എക്സ്പെക്ട് ചെയ്യുന്നേ? 30 ലക്ഷം ചോദിക്കുന്നത്. 30 ലക്ഷം കൊടുത്തില്ലെങ്കിൽ എന്റെ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞ് സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലത്രേ. അല്ലച്ചാ, നമ്മുടെ ബിസിനസ്സില് ഈ 30 ലക്ഷം ഒന്നും വലുതല്ലല്ലോ. ഉറപ്പായിട്ടും അല്ല മോളെ. പക്ഷെ എന്റെ അക്കൗണ്ട് വേദാന്ത് വെഞ്ചേഴ്സിന്റെ അക്കൗണ്ടുമായിട്ട് ലിങ്കാണ് മോളെ. ഞാനതെടുത്ത് ഉപയോഗിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. അതിന്റെ എൻക്വയറി വരുമ്പോ എന്റെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും. ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ എൻക്വയറി വരില്ല. പക്ഷെ 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഓഡിറ്റിംഗ് ടൈമിൽ എൻക്വയറി വരും. ഒരു നിമിഷം അച്ഛാ. അച്ഛാ, ഇതിൽ 30 ലക്ഷം രൂപയുണ്ട്, എടുത്തോളൂ. ഭാരതി, ഇത്രയും ക്യാഷ് നിന്റെ അടുത്ത് എങ്ങനെ വന്നു മോളെ? നിങ്ങളിത് ചോദിക്കണ്ട അച്ഛാ. എന്നാലിത് എന്റെ കാശാണെന്ന് കരുതിയാ മതി. നോക്കു മോളെ, എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ ആപത്തിൽപ്പെടാൻ പാടില്ല. എന്താണെന്ന് വെച്ചാ ഇത്രയും പണം നിനക്ക് ആരെങ്കിലും തന്നതായിരിക്കുമല്ലോ. ഇപ്പൊ നീ ഇത് എനിക്ക് തരികയാണെങ്കിൽ അവസാനം നിനക്ക് തന്നവരോട് നീ എന്തുത്തരം പറയും? എനിക്കാണ് തന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാ അപ്പോഴും എന്റെ രഹസ്യം പുറത്തു വരും. ആലോചിക്കേണ്ട ഒരു കാര്യമില്ല അച്ഛാ. അച്ഛനാണ് ഈ പൈസ തന്നതെന്ന് ഞാൻ ആരോടും പറയില്ല. അച്ഛൻ ഈ പൈസ എടുത്തോളൂ. അയാൾക്ക് ഈ പൈസ കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുമോളെ. ആലോചിച്ചിട്ട് അച്ഛൻ ഞാൻ പറയുന്നത്. ഇത് എടുത്തോളൂ. എന്നിട്ട് ഞങ്ങളുടെ പഴയ അച്ഛനായിട്ട് തിരിച്ചു വരൂ. ഓഹോ, എന്താ സ്പെഷ്യല്? ചേച്ചി ഇപ്പൊ എങ്ങോട്ടാ പോന്നേ? ജോലിക്ക് പോകുന്നു. ഞാൻ വിശ്വസിക്കില്ല. ഏയ്, ഇതിലെന്താ കള്ളം പറയാനിരിക്കുന്നേ? ഞാൻ ഓഫീസിലേക്കാ പോകുന്നേ. അതിനാണോ ഇത്ര സുന്ദരിയായിട്ട് റെഡി ആയിരിക്കണേ? അല്ലാതെ പിന്നെ വീട്ടിലിരിക്കുന്ന പോലെ പോകാൻ പറ്റുമോ? എന്നാ പിന്നെ ഇന്ന് എന്തെങ്കിലും വിശേഷം ഉണ്ടാവൂലോ. വേദാന്തേട്ടനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടാ. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കുറെ ദിവസത്തിന് ശേഷമല്ലേ ഞാൻ പോകുന്നേ, അതുകൊണ്ടായിരിക്കും നിനക്ക് അങ്ങനെ തോന്നുന്നേ. ഏയ്, പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങളല്ലാതെ ആലോചിക്കാൻ നിൽക്കേണ്ട നീ. ചേച്ചി, നീ കള്ളം പറയോ കേട്ടോ. ഏയ്, ഞാനും നിന്റെ വേദാന്തേട്ടനും തമ്മിൽ അങ്ങനെ ഒന്നും ഇല്ല മോളെ.
ഹെൽപ്പ് വേണമായിരുന്നല്ലോ. പറയും മോളെ. ഒന്നുമില്ല ഏട്ടാ, ഇന്നലെ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചില്ലേ, അതിലൊന്ന് കുറച്ച് എക്സ്ചേഞ്ച് ചെയ്യണം. എന്നൊന്ന് കൊണ്ടുപോവോ? ഞാനോ? ഷോപ്പിങ്ങിന് ആരാണോ കൂടെ വന്നത് അവരെയും കൂട്ടി പൊക്കോ. അവരെല്ലാം ഭയങ്കര ബിസിയാ, അതാ ഞാൻ ചോദിച്ചേ. ആക്ച്വലി ഇന്നൊരു ഇമ്പോർട്ടന്റ് ബിസിനസ് മീറ്റിംഗും കോൺഫറൻസും അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. മീറ്റിംഗ് ആണോ, കോൺഫറൻസ് ആണോ, അപ്പോയിന്റ്മെന്റ് ആണോ? മീറ്റിംഗ് ഉണ്ട് മോളെ. ഞാൻ എന്തിനാ വെറുതെ കള്ളം പറയുന്നേ? ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ്. സത്യമായിട്ടൊന്നൊരു മീറ്റിംഗ് ഉണ്ട്. ഓഹോ, അതുകൊണ്ടാണോ ഇത്രയും സ്റ്റൈലായിട്ട് പോകുന്നേ? ഹലോ, ഞങ്ങൾ ചേട്ടനും തമ്മിൽ ബിസിനസ് മീറ്റിംഗ് നടത്തുന്നതിൽ ഒരു അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ അനിയത്തിയുടെ കൂടെ ഒരു മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത് കേട്ടു. നീ ഇവിടെ ഉണ്ടല്ലോ, ഇവളും ഇവിടെ ഉണ്ട്. നിങ്ങൾ രണ്ടും കൂടെ ചേർന്ന് കഥയും പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് ടൈമില്ല, ഓഫീസിൽ പോണം. അതെ ബ്രദർ, ഇന്ന് ചേട്ടനെ ഏതോ മീറ്റിംഗും ഉണ്ട്, പിന്നെ എന്തോ കോൺഫറൻസും ഉണ്ട്, അതുകൂടാതെ ഒരു അപ്പോയിന്റ്മെന്റും ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഇത്ര സ്റ്റൈലായിട്ട് പോകുന്നത്. ബിസിനസ് കോൺഫറൻസോ, അത് കഴിഞ്ഞ് മീറ്റിംഗോ? ഞാനിതുവരെ അങ്ങനൊന്നും കേട്ടിട്ട് പോലുമില്ലല്ലോ. എന്റെ ഷെഡ്യൂൾസിനെ പറ്റി നിനക്ക് എങ്ങനെയാ അറിയാം? ആ സുമേഷ് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു നീ നിന്റെ ഇന്നത്തെ എല്ലാ ഷെഡ്യൂളും ക്ലിയർ ചെയ്തെന്ന്. അതുകൊണ്ട് ഞാനും ഒന്ന് ഓഫീസിലോട്ട് വൈകി പോവാന്ന് വിചാരിച്ച. ഇപ്പൊ എന്താ പറയുന്നത് ചേട്ടാ? സുമേഷ് പറഞ്ഞൊക്കെ നീ വിശ്വസിച്ചിരിക്കുകയാണോ വിക്രാന്ത്? അവൻ ഇന്നലെ കുടിച്ചിട്ട് ബോധം പോലും ഉണ്ടായിരുന്നില്ല. ആണോ? ഇത്രയും വർഷം ഇങ്ങനെയൊന്നും ചെയ്യാത്തവൻ അമൂല്യ തിരിച്ച് ഓഫീസിലേക്ക് ജോയിൻ ചെയ്ത ദിവസം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊരു കോയിൻസിഡൻസ് ആണല്ലേ ബ്രദർ? നിങ്ങളെ രണ്ടിനും തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. എനിക്കെന്തോ ചീഞ്ഞു നാറിയൊരു മണം അടിക്കുന്നുണ്ടല്ലോ. എനിക്ക് ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയോ സിങ്ക് ആവുന്നില്ല. എവിടെ എന്ത് മിസ്സായാലും ഒരു സൈഡ് ലിങ്ക് ആയാലേ പറ്റൂ. ക്രിമിനൽ എത്ര ബ്രില്യന്റ് ആണെങ്കിലും എവിടെയെങ്കിലും ഒരു ക്ലൂ എന്തായാലും മറന്നിട്ടുണ്ടാവും. എന്റെ പ്രഗ്നൻസി ബ്രെയിൻ ഭയങ്കര ഷാർപ്പാ. ഇതെന്തായാലും ഞാൻ തന്നെ കണ്ടുപിടിച്ചിരിക്കും. ദൈവമേ, ഈ വിചിത്ര പ്രേമത്തിനെ പറ്റി എനിക്ക് മനസ്സിലാവുകയില്ല. അമ്മു ചേച്ചി ചേട്ടനെ സ്നേഹിക്കുമെന്ന് അറിയുമ്പോ സന്തോഷം തോന്നുന്നു. പക്ഷെ ഈ വാണി കാണിക്കുന്ന കണ്ട ദേഷ്യം വരുന്നത്. പ്രേമിക്കാൻ തുടങ്ങിയ ശേഷം അമ്മു ചേച്ചിയുടെ ആർത്തി ചേച്ചിയുടെ സ്വഭാവത്തിന് മാറ്റമൊക്കെ ഉണ്ട്. അപ്പോ ഈ വാണിയും ശരിക്കും ലവ് ആയതുകൊണ്ടാണോ കോരങ്ങിനെ പോലെയൊക്കെ കാണിക്കുന്നത്? അല്ല, നമുക്ക് ആരോടെങ്കിലും പ്രേമം തോന്നിയിട്ടുണ്ടോന്ന് എങ്ങനെയാ മനസ്സിലാവുന്നത്? അവരെ കണ്ട അറിയല്ലേ സവോ? എനിക്കെന്തിനാ ഈ തലവേദനയൊക്കെ? ഞാൻ എന്റെ അച്ഛനെ അമ്മ വിട്ട് ലവ് എന്ന് പറഞ്ഞ എങ്ങും പോവില്ല. ഞാൻ ഈ ലവിനൊന്നുമില്ല. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. സോറി സർ, കുറച്ച് ലേറ്റ് ആയി. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫൈൻ. ഇൻഫാക്ട് ഞാൻ നേരത്തെ വന്നേ. എനിക്കിവിടെ ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സർ, ഇന്ന് സാറിന്റെ ഷെഡ്യൂൾ എല്ലാം ക്ലിയറാ. ഇത്രയും നേരത്തെ നിങ്ങൾ ആരോ കാണാൻ വരുന്നുണ്ടെങ്കിൽ അത് സുമേഷ് സർ നേരത്തെ പറയുമായിരുന്നു. പക്ഷെ അവരും ഇൻഫോം ചെയ്തില്ല. ദിവസവും രാവിലെ നിങ്ങൾ വന്ന് ലോഗിൻ ചെയ്ത് പിന്നെ എന്താ ചെയ്യാ? സർ, അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാറില്ലേ? ഇന്നും അത് തന്നെ ചെയ്തോളൂ പ്ലീസ്. സാറിന് ഈ കാര്യം അറിയോ? ആ സുമേഷ് എന്നെ പറഞ്ഞിട്ടുണ്ടാവും. യു മേ ഗോ.
പൂവെങ്കിൽ അകലാതെ അകലും നിൻ കാലൊച്ച കേൾക്കുന്ന ഞാൻ പകൽ പോകെ ഇടനെഞ്ചിൽ മുറിവേൽക്കും ആകാശമാ അതിഥി നിനക്ക് ലവ് ഒന്നും വരില്ലെന്ന് പറയുന്ന കേട്ടല്ലോ. ഐ തിങ്ക് ഇറ്റ്സ് ടു ലേറ്റ്. എന്താ എന്താ ഈ പറഞ്ഞതിനർത്ഥം? ലവ് ചെയ്യാത്ത പെൺകുട്ടിയുടെ ട്രെയിനേ എപ്പോഴേ പുറപ്പെട്ടു. നീ ലേറ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കാൻ വന്നതാ. ഇനി നീ ടിക്കറ്റ് എടുക്കില്ലെന്നാ തോന്നുന്നേ. വെൽക്കം ബാക്ക് റൗഡി ബേബി. വേദ, എന്താ ഇതൊക്കെ? ഇതൊക്കെ എന്താന്നല്ല, ഒന്നുമല്ല. ഇൻഫാക്ട് യു ഡിസേർവ് മോർ. വെൽക്കം ബാക്ക് നമ്മുടെ ഓഫീസിലേക്കും പിന്നെ എൻ്റെ ലൈഫിലേക്കും. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതിലും സന്തോഷം തരുന്ന വേറെ ഒരു കാര്യവും ഇല്ല അമ്മു. അയ്യോ, റോഡ് ഓഫീസും ഒക്കെ ഇപ്പൊ പാർക്ക് പോലെയാണല്ലോ ഇവർക്ക്. ആദ്യം പോയി ഇവിടുത്തെ CCTV ഫൂട്ടേജ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം. ഇവര് രണ്ടുപേരും ഒന്നാകണമെന്ന് ആഗ്രഹിച്ചത് എത്ര വലിയ പ്രശ്നമായി പോയി ദൈവമേ. ദിവസവും ഇവരുടെ റൊമാൻറ്റിക് സീൻ ഞാൻ തന്നെ എന്റെ കണ്ണുകൊണ്ട് കാണണമല്ലോ. മിംഗിൾ ആയിട്ടുള്ളവരുടെ റൊമാൻസ് സിംഗിൾ ആയിട്ടുള്ള ഞാൻ കണ്ടാൽ എന്റെ ലോല ഹൃദയം അത് എങ്ങനെ താങ്ങും? എന്നോട് വിക്കിയ പൈസയെ കുറിച്ച് ചോദിച്ചാ ഞാൻ എന്താ വിക്കിയോട് ഇപ്പൊ മറുപടി പറയാ? ആരെടുത്തും ഞാൻ ഒന്നും പറയില്ലെന്ന് പറഞ്ഞോണ്ടാ അച്ഛൻ ആ പൈസ എടുത്തു കൊടുത്തത്. അതുകൊണ്ട് എനിക്ക് സത്യം എന്തായാലും പറയാൻ പറ്റില്ല. വിക്കിക്ക് എനിക്കിടയിലുള്ള പ്രശ്നം ഇപ്പോഴാ ഒന്ന് ശരിയായി വന്നത് തന്നെ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കള്ളക്കഥ പറഞ്ഞേ പറ്റൂ. ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് വിക്കി എങ്ങാനും അറിഞ്ഞ എന്നോട് പിന്നെ ഒരിക്കലും പൊറുക്കില്ല. പിന്നീട് അത് വേറൊരു പ്രശ്നമാവും. അത് മാത്രല്ല, എനിക്ക് ശരിക്കും കള്ളം പറയാൻ പോലും അറിയില്ല. എന്റെ കൃഷ്ണ, നീ എന്നെ ഏത് നടുക്കടലിലെ കൊണ്ടിട്ടിരിക്കുന്ന? ഹായ് ഭാര്യയെ, ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അന്ന് തന്ന പൈസ ആർക്കോ കൊടുക്കണമെന്ന്. അതൊന്ന് വേഗം കൊണ്ടുപോവാ. വിക്കി, ഇറ്റ്സ് ഓക്കെ. നീ ഇപ്പൊ ബിസിയാണെന്നറിയാം. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. കൊറോണ കൊറോണ. എടാ സുമേഷേ, തനിക്ക് ടൈം സെൻസ് തീരില്ലോടോ. ബോസ്, ഇത് ഞാൻ ലേറ്റ് ആയി വരുന്ന സാഹചര്യത്തിൽ ബോസിന് എന്നോട് ചോദിക്കാവുന്ന ഡയലോഗാ. പക്ഷെ ഞാനിന്ന് നേരത്തെ വന്നിട്ടുണ്ട്, എന്നിട്ടും വഴക്ക് പറയുന്നെന്നെ. ഞാനും അതിനെയാടോ ചോദിച്ചത്, താൻ എന്തിനാ ഇത്ര നേരത്തെ വന്നേന്ന്. എന്തൊരു കാലമായത്. ഓഫീസിൽ നേരത്തെ വന്നാലും ബോസിന്റെ വായിന്ന് വഴക്ക് കേൾക്കണം. ഞാനെങ്ങനെ അറിയാനാ നിങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ വന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കാന്ന്? ഞാനെന്താ ഗണിച്ചു നോക്കി. എന്താ പറഞ്ഞത്? ഒന്നുമില്ല ബോസ്. ഈ CCTV ഫൂട്ടേജ് എല്ലാം മൊബൈലിൽ കിട്ടുന്നത് പോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പോകാം.
അങ്ങനെയാവുമ്പോ നേരത്തെ വന്നാലും നിങ്ങൾ എവിടെയാ ഉള്ളതെന്ന് എനിക്ക് മൊബൈലിൽ ചെക്ക് ചെയ്ത് നോക്കാലോ. എന്നിട്ട് ഞാൻ അകത്തോട്ട് വരാന്നാ ഉദ്ദേശിച്ചത്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു തോന്നുന്നു. ഇതൊക്കെ പറയാൻ വേണ്ടിയായിരുന്നു. അതിനു മുമ്പ് ബോസ് എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചത് Shut കേട്ടോ. up, സുമേഷ്. പോട്ടെ വീട് വേദാന്ത്. സുമേഷേ, ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഇന്നലെ ഞാൻ ഒന്നും കണ്ടില്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഇന്നലത്തെ മെമ്മറി കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോയിരിക്കുക. അയ്യോ, ഇപ്പഴാ സമാധാനായേ. വല്ലാതെ സമാധാനിക്കൊന്നും വേണ്ട. ഇന്നലത്തെ കംപ്ലീറ്റ് മെമ്മറി ഡിലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസും ഡിലീറ്റ് ആയി കാണും. അയ്യോ ഇല്ല ബോസ്, ദൈവത്തിനാണേ ഇല്ല. എനിക്ക് വരാനിരിക്കുന്ന ഭാര്യയും പിറക്കാൻ പോകുന്ന മക്കളുമാണേ സത്യം. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയത്തുമില്ല. പറയാതിരുന്ന തനിക്ക് കൊള്ളാം. ഇനി ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, താൻ നേരത്തെ പറഞ്ഞില്ലേ തന്റെ ഭാവിയിലെ ഭാര്യയും മക്കളും എന്നൊക്കെ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്തിനായിരിക്കും എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നിയേ? അത് സ്ലോ മോഷനില്. ശരിക്കും അവനോട് എനിക്ക് പ്രേമമാണോ? നിനക്ക് ലവ് ഒന്നും വരില്ലെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഐ തിങ്ക് ഇറ്റ്സ് ടു ലേറ്റ്. സത്യമാണോ? അല്ലെന്നും പറയാൻ പറ്റുന്നില്ല, അതേന്ന് പറയാനും തോന്നുന്നില്ല. ചിലപ്പോ കാണുമെന്നാ മനസ്സ് പറയുന്നത്. മൂത്ത മോളുടെ കുസൃതി വീട്ടിലെല്ലാവർക്കും പകർന്നതാന്ന് വിചാരിക്കും എല്ലാരും. നാട്ടുകാർക്കൊക്കെ ഈ വീട്ടിലെ പെൺപിള്ളേർക്കൊക്കെ ലവ് ചെയ്യുന്ന ജോലിന്ന് വിചാരിക്കില്ല. നാട്ടുകാരുടെ കാര്യമൊക്കെ പിന്നെ. അച്ഛനും അമ്മയും ലവ് ചെയ്യുന്ന കാര്യം അറിഞ്ഞാ എന്ത് വിചാരിക്കും? പാവം, അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. അച്ഛന്റെ അമ്മയുടെ കാര്യമൊക്കെ പിന്നെ. ഞാൻ ധ്രുവനെ ലവ് ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലായാല് അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുവോ? ഷോക്കായോ? പേടിച്ചോ നീ? വീട്ടിലുള്ളവരൊക്കെ നിന്നെയാ പ്രേതം എന്ന് വിളിക്കുന്നത്. നിന്നെ കണ്ട് ഞങ്ങളല്ലേ പേടിക്കണ്ടേ? എന്നിട്ടിപ്പോ നീ പേടിച്ചാൽ എങ്ങനെ? ഞാൻ സംസാരിച്ചത് നീ കേട്ടായിരുന്നോ? നീ സംസാരിക്കായിരുന്നോ? അല്ലേ? പ്രേതമെന്നല്ല, ഭ്രാന്തി എന്ന് വിളിക്കണമായിരുന്നു നിന്നെ. ശരി, എന്താ കാര്യം എന്ന് പറ. ഇരുന്നോണ്ട് സംസാരിച്ചാലോ? ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്റെ കൂടെ ഇവിടെ ഇരുന്ന് സംസാരിക്കാനല്ല. എന്റെ ഷർട്ടിന്റെ മേലെ നിൽക്കുന്നേ. ഹായ് ധ്രുവ. ഹായ് വാണി. ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നവന്റെ ടോണ് തന്നെ മാറിയല്ലോ. എന്താ സുഖമല്ലേ? അവൾ എങ്ങനെ ഇരുന്ന നിനക്കെന്താ? അത് അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യും? ഞാൻ സുഖമായിരിക്കുന്നു, നിങ്ങളോ? സെയിം, നിന്നെ പോലെ തന്നെ. എന്താ ഇന്ന് ഈ നേരത്തെ ഇങ്ങോട്ട് വന്നത്? അവൾ ഏത് സമയത്ത് വരുമെന്ന് വരെ ഒബ്സർവ് ചെയ്ത് വെച്ചിരിക്കേ. നിങ്ങക്ക് വേണ്ടി ഇന്ന് അമ്മ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, എടുത്തോളൂ. താങ്ക്സ്. എടി, വരുന്ന വഴിക്ക് സ്വീറ്റ്സ് വാങ്ങിച്ചോണ്ട് വന്നിട്ട് അമ്മ ഉണ്ടാക്കിയതെന്ന് പറയാ അല്ലേ? പടക്കം ആരുടെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ കത്തിക്കുന്ന ഞാനായിരിക്കും. എവറിത്തിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്ന് കേട്ടിട്ടുണ്ടോ? പറയുന്നവരങ്ങനെ പലതും പറയും. നീ കുറച്ച് ഓവർ ആവുന്നുണ്ട്. ആദ്യം ഇവിടുന്ന് പോയേ. ഞാനിവിടെ നിൽക്കുന്നതിന് നിനക്കെന്താ? എന്റെ ചേച്ചി പറയുന്ന പോലെ കൂളിംഗ് ഗ്ലാസ് വെച്ച് നോക്കിയാ പകലും രാത്രിയൊക്കെ ഒരുപോലെ തോന്നും. നീ ഇനി ഇവിടെ ഒരു നിമിഷം കൂടെ നിന്നാലേ ഡേഞ്ചർ ആവും.